വളരെ സുപ്രധാനമായൊരു ചുവടുവയ്പ് നടത്തിയിരിക്കുകയാണ് മഹാരാഷ്ട്ര സർക്കാർ. 1ാം ക്ലാസ് മുതലുള്ള വിദ്യാർത്ഥികൾക്ക് അടിസ്ഥാന സൈനിക പരിശീലനം സൗജന്യമായി നൽകാൻ തീരുമാനിച്ചിരിക്കുകയാണ് മഹാരാഷ്ട്ര സർക്കാർ. സംസ്ഥാന സ്കൂൾ വിദ്യാഭ്യാസ മന്ത്രി ദാദാ ഭൂസെയാണ് കുട്ടികൾക്ക് സൈനിക പരിശീലനം നൽകുമെന്ന് വ്യക്തമാക്കിയത്. വിദ്യാർത്ഥികളിൽ ദേശസ്നേഹം, അച്ചടക്കം, ശാരീരിക വ്യായാമം ചെയ്യുന്ന ശീലം എന്നിവ വളർത്തിയെടുക്കുന്നതിനായാണ് പദ്ധതിയെന്ന് മന്ത്രി വ്യക്തമാക്കി. ഇതിനായി വിരമിച്ച സൈനികരെ വിദ്യാർത്ഥികളെ പരിശീലിപ്പിക്കാൻ നിയോഗിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. ദേവേന്ദ്ര ഫട്നാവിസ് മന്ത്രിസഭയിലെ ശിവസേനയിൽ നിന്നുള്ള അംഗമാണ് ദാദാ ഭൂസെ. മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫട്നാവിസ് ഈ നിർദ്ദേശത്തോട് അനുകൂലമായി പ്രതികരിച്ചിട്ടുണ്ടെന്നും മന്ത്രി വ്യക്തമാക്കി. ഏപ്രിൽ 22 പെഹൽഗാം ഭീകരാക്രമണത്തിനും മെയ് 7 ഇന്ത്യ നടത്തിയ ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള സംഘർഷങ്ങൾ വർദ്ധിച്ചു വരുന്ന പശ്ചാത്തലത്തിലാണ് ഈ പ്രഖ്യാപനം. ഇന്ത്യയിൽ അടുത്തിടെ നിരവധി യുവതിയുവാക്കളെയാണ് രാജ്യദ്രോഹ കുറ്റത്തിന് അറസ്റ്റ് ചെയ്തത്. ഈ സാഹചര്യത്തിലാണ് വളർന്നുവരുന്ന പുതുതലമുറയ്ക്ക് സൈനിക പരിശീലനം നൽകാൻ മഹാരാഷ്ട്ര സർക്കാർ തീരുമാനിച്ചത്. ഇതുപോലൊരു ചുവടുവയ്പ് ഒരിക്കലും നമ്മുടെ കേരളത്തിൽ പ്രാവർത്തികമല്ല. അതിനു കാരണം മതത്തിന്റെയും ജാതിയുടെയും പേരിൽ തമ്മിൽ തല്ലിച്ചില്ലെങ്കിൽ കേരളത്തിലെ പല രാഷ്ട്രീയ പാർട്ടികൾക്കും നിലനിൽപ്പുണ്ടാകില്ല. ദേശസ്നേഹം കുട്ടികൾക്ക് പകർന്നു നൽകുന്നതിന് പകരം വർഷങ്ങൾക്ക് മുൻപ് ജാതിയുടെ പേരിൽ കേരളത്തിലുണ്ടായിരുന്ന വിവേചനങ്ങളെ പുതിയ തലമുറയെ ഓർമ്മിപ്പിക്കുകയാണ് കേരളത്തിൽ ചെയ്യുന്നത്. ഇനിയെങ്കിലും കുട്ടികളുടെ ഉള്ളിൽ ജാതിമതം എന്നതിലുപരി ദേശസ്നേഹം വളർത്തിയില്ലെങ്കിൽ സമൂഹത്തിന് ദോഷം ചെയ്യും.